ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ പുതിയ താർ റോക്സ് എന്ന് പറഞ്ഞ 5 ഡോർ SUV ഓൾമോസ്റ്റ് എല്ലാ ഓഫ് റോഡ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്തു. അതിപ്പോൾ ജിംനി ആവട്ടെ ഗൂർഖ ആവട്ടെ. പക്ഷെ എന്നാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ വിട്ടുപോയ ഒരു വലിയ വാഹനം ഉണ്ടായിരുന്നു, ഒരു മെയിൻ വാഹനം ഉണ്ടായിരുന്നു. അതാണ് മഹീന്ദ്രയുടെ തന്നെ സ്കോർപിയോ. നമ്മളിപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളും ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. താർ ഇത്തിരിയും കൂടെ ചീപ്പാണ് എന്നേ ഉള്ളൂ, കുറച്ചും കൂടെ അഫോർഡബിൾ ആണെന്നേ ഉള്ളൂ. പക്ഷേ അത് ഇത്രയൊക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് എന്തായാലും ആ ഒരു ഇത്തിരി എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏതെടുക്കണം, താർ എടുക്കണോ അതോ സ്കോർപിയോ എടുക്കണോ എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം രണ്ട് വാഹനങ്ങളും ഡയമെൻഷൻസ് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്കോർപിയോ താർ റോക്സിനേക്കാൾ എന്തായാലും വലുതാണ്. അതിപ്പോൾ ലെങ്ത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. 4662 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒരു വണ്ടിയാണ് സ്കോർപിയോ. അതായത് 234 മില്ലിമീറ്റേഴ്സ് താർ റോക്സിനേക്കാൾ കൂടുതലാണ്. വിഡ്ത്തും അതുപോലെ തന്നെ 47 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. ആകെപ്പാടെ കുറവ് വരുന്നത് ഹൈറ്റും അതുപോലെ വീൽ ബേസും ആണ്. ഹൈറ്റ് നമ്മുടെ താർ റോക്സിന് തന്നെയാണ് കൂടുതൽ. ഈ സ്കോർപിയോന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് റിയൽ ലൈഫിൽ കാണുമ്പോൾ. അപ്പോൾ പിന്നെ താർ റോക്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. 66 മില്ലിമീറ്റേഴ്സ് ആണ് സ്കോർപിയോന് താർ റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറവ് വരുന്നത്. വീൽ ബേസും കുറവാണ്. ആക്ച്വലി സ്കോർപിയോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ചാസി എടുത്തിട്ടാണ് അവർ താർ റോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും സ്കോർപിയോയേക്കാൾ വീൽ ബേസ് അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. 100 മില്ലിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് കുറവല്ല, വീൽ ബേസിൻ്റെ കാര്യത്തിൽ നല്ല വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. ഇനി കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് താർ റോക്സിന് സ്കോർപിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്ലസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മൾ ഡിസൈൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. സ്കോർപിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഐഡൻറ്റിക്കലാണ്. പക്ഷേ വേറൊരു ഡിഫറൻസ് വരുന്ന അലോയ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് സ്കോർപിയോൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിലാണ് അറ്റ്ലീസ്റ്റ് 18 ഇഞ്ച് അലോയ്സെങ്കിലും കിട്ടുന്നത്. ബാക്കി വേരിയൻസിൽ മാനുവൽ ആണെങ്കിൽ 17 ഇഞ്ച് അലോയ് വീൽസേ ഉള്ളൂ. താറിൽ പക്ഷേ ബേസിക് വേരിയൻസിൽ 18 ഇഞ്ച് സ്റ്റീൽ വീലും അതുപോലെ തന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് അലോയ്സ് ഉണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 19 ഇഞ്ച് അലോയ്സ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഓൾട്ടർനേറ്റ് ടയേഴ്സ് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. സ്കോർപിയോന് ഹൈവേ ടയേഴ്സ് ആണ്. പക്ഷെ ആ വണ്ടിയുടെ പർപ്പസ് വേറെയാണ് എന്ന് നമുക്ക് ഒരു രീതി പറയാം. പക്ഷെ ഇപ്പം അങ്ങനെയാണോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. എന്തായാലും ഇനി അടുത്ത മെയിൻ ഫീച്ചേഴ്സ് പറയാൻ പറ്റുന്ന ഡിഫറൻസ് ആണ്. അതായത് സ്കോർപിയോ കുറച്ച് മുന്നേ ഇറങ്ങി, 2 വർഷം മുന്നേ ഇറങ്ങിയ വാഹനമാണ്. അതുകൊണ്ട് തന്നെ താർ റോക്സിൽ കുറച്ചധികം ഫീച്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3XO കണ്ടതുപോലെ പുതിയ 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പുതിയ നിഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സ്കോർപിയോയിൽ നമുക്ക് 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററേ കിട്ടുന്നുള്ളൂ. അതൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇത് HD ഡിസ്പ്ലേ ആണ്. മാത്രമല്ല വയർലെസ് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഇതിനകത്തുണ്ട്. അതിന് പുറമെ സൈസും കൂടുതലാണ്. നമുക്ക് സ്കോർപിയോയിൽ 8 ഇഞ്ച് വരെയുള്ള മാക്സിമം സൈസേ കിട്ടുന്നുള്ളൂ ഇൻഫോടൈമിന്. പിന്നെ അടുത്ത ഡിഫറൻസ് വരുന്നത് 360° ക്യാമറയാണ്. സ്കോർപിയോയിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ട് ക്യാമറയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് 360° ക്യാമറയില്ല, അത് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കോർപിയോയിൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. വേറൊരു വലിയ ഡിഫറൻസ് വരുന്നത് സൺറൂഫിൻ്റെ കേസിലാണ്. താറിൻ്റെ അകത്ത് നമുക്ക് മിഡിൽ വേരിയൻസിലൊക്കെ സിംഗിൾ പെയിൻ സൺറൂഫ് ആണെങ്കിലും ടോപ്പ് എൻഡിൽ നമുക്ക് വലിയൊരു പാനോറാമിക് സൺറൂഫ് തന്നെയാണ് കിട്ടുന്നത്. അതും സ്കോർപിയോയിൽ മിസ്സിംഗ് ആണ്. പിന്നെ കുറച്ച് വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്റലി ടേണും അതുപോലെ ക്രോൾ അസിസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇന്റലി ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി 15 km/h സ്പീഡിന് താഴെയാണെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്നർ വീല് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ലോക്ക് ആവും. അപ്പോൾ വണ്ടി പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. ലെഫ്റ്റ് മാത്രമല്ല റൈറ്റ് ഇത് ആപ്ലിക്കബിൾ ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് ടേണിംഗ് റേഡിയസ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ വരുന്നൊരു ഫീച്ചറാണ് ക്രോൾ അസിസ്റ്റ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ ബേസിക്കലി ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ എന്ന് പറയും. 2.5 to 30 kmph ഇടയിൽ വരെ നമുക്ക് അതിന് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വണ്ടി വിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ അങ്ങോട്ട് കയറി പൊക്കോളും. നമ്മളായിട്ട് പ്രത്യേകിച്ചും ചെയ്യേണ്ടി വരില്ല. അതായത് ആക്സിലറേറ്റർ ഒന്നും കൊടുക്കണ്ട. പിന്നെ വരുന്ന ഡിഫറൻസ് സേഫ്റ്റിയുടെ കാര്യത്തിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്കോർപിയോനിൽ അവർ 2 വർഷം മുന്നേ ഇറക്കിയതുകൊണ്ട് അഡാസ് ഒന്നും കൊടുത്തില്ല. ഈ വണ്ടിയിൽ പക്ഷേ ലെവൽ 2 ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് അതിലുണ്ട്. ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ഞാൻ നോക്കിയിട്ട് സ്കോർപിയോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് താറിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും അതുപോലെ ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് അതൊക്കെ സ്കോർപിയോനിൽ ഒരു മാസം മുന്നേ ഒരു അപ്ഡേറ്റിൽ കൊടുത്തായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അഡീഷണൽ ആയിട്ട്. ഇതൊക്കെ അല്ലാതെ വേറൊരു പ്രോ പറയാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി ആണ്. അതിൽ തന്നെ നമ്മൾ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എടുക്കുകയാണെങ്കിൽ 650 mm ആണ് താർ റോക്സിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. 3 ഡോറുമായിട്ട് ഇതിൻ്റെ സെയിം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ആണ്. പക്ഷേ സ്കോർപിയോൻ്റെ 500 mm ആണ് വരുന്നത്. ആ 500 mm മോശമാണ് എന്നല്ല, പക്ഷേ 650 mm എന്ന് പറയുന്നതിനേക്കാൾ 150 mm കൂടുതലാണല്ലോ. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മുടെ സ്കോർപിയോൻ വരുന്ന 3rd ജനറേഷൻ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. അതായത് അവരുടെ ലാഡർ ഫ്രെയിം ഷാസിയുടെ തന്നെ. ഇത് വരുന്ന 4th ജനറേഷൻ ബേസ്ഡ് ആണ്. അതായത് സ്കോർപിയോൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിജിഡിറ്റിയും അതുപോലെ സ്ട്രെങ്ത്തും ഒക്കെ നമുക്കതിന് എക്സ്പെക്ട് ചെയ്യാം. ക്രാഷ് ടെസ്റ്റിൽ ഓൾറെഡി സ്കോർപിയോൻ 5 സ്റ്റാർ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട. ഇനി അടുത്തൊരു സംഭവമാണ് ഓഫ് റോഡ് കേപ്പബിലിറ്റി. നമുക്ക് സംഭവം പറഞ്ഞു വരുമ്പം സ്കോർപിയോനിലും 4 വീൽ ഡ്രൈവ് ഒക്കെ കിട്ടുന്നുണ്ട്. താർ റോക്സിലും 4 വീൽ ഡ്രൈവ് ഉണ്ട്. രണ്ട് വാഹനങ്ങളും ശരിക്കും ഓഫ് റോഡ് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും സ്കോർപിയോനേക്കാൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ താർ റോക്സ് തന്നെയായിരിക്കും.
വീൽ ബേസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല, കാരണം വീൽ ബേസ് താർ റോക്സിനാണ് കൂടുതൽ. സ്റ്റിൽ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ താറാണ് സ്കോർപ്പിയോനൊക്കെ കുറച്ചുകൂടെ മുന്നിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഓഫ് റോഡ് പോകാൻ അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലീഗലാണ് എന്നാൽ പോലും മെറ്റൽ ബമ്പേഴ്സൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ വേണമെങ്കിൽ കുറച്ചൊക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് താറിൽ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ കാലം കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ ഓഫ് റോഡ് അപ്ഗ്രേഡ്സും അതുപോലെ അതല്ലാണ്ട് ഡിസൈൻ വൈസുള്ള അപ്ഗ്രേഡ്സും ഒക്കെ താറിന് കിട്ടിത്തുടങ്ങും. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യമാണ് പ്രൈസിങ്ങിൻ്റേത്. ഈ പ്രൈസിങ് പക്ഷേ നമുക്കൊരു വലിയ ഫാക്ടറായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം സ്കോർപ്പിയോന് ഇപ്പോൾ നമ്മൾ ബേസിക് ഡീസൽ വേരിയൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഇതിനേക്കാൾ 25,000 റുപ്പീസ് മാത്രമാണ് കൂടുതൽ വരുന്നത്. പെട്രോൾ എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് അത്യാവശ്യമുണ്ട്. 13.85 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ താൽക്കാലികമായി 12.99 lakhs ബേസ് മോഡലിൻ്റെ റിയർ വീൽ ഡ്രൈവ് മാനുവൽ മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ 85,000 അടുത്ത് ഡിഫറൻസ് നമുക്ക് പറയാം. ഓൺ റോഡ് വരുമ്പോൾ 1,00,000 ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഡീസലിൻ്റെ കേസിൽ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ താർ റോക്സിൻ്റെ പവർ സ്കോർപ്പിയോനിൽ വരുന്ന Z2 ബേസിക് ഡീസൽ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. 152 PS പവർ ഉണ്ട്. മറ്റേ 130 bhp വരുന്നുള്ളൂ. അതായത് 20 PS അടുത്ത് കൂടുതലുണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോൾ ബാക്കി വേരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ റിയർ വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുകയാണെങ്കിൽ 20.49 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 22 ലക്ഷത്തിനടുത്തൊക്കെ നമുക്ക് സ്കോർപ്പിയോനും കിട്ടും എക്സ്ഷോറൂം പ്രൈസിൽ. അതായത് ഓൺ റോഡ് പ്രൈസിനടുത്ത് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. ആ 2 ലക്ഷം രൂപ അഡീഷണൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഈ 2 ലക്ഷം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ടോപ്പ് എൻഡിൻ്റെ മാത്രം ബേസിസിലാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ വേരിയൻസിൽ പല രീതിയിലും പ്രൈസ് ക്ലാഷ് വരുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്കോർപ്പിയോൻ്റെ ഇത്തിരി കൂടെ താഴ്ന്ന വേരിയൻറ്റും താർ റോക്സിനെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന വേരിയൻ്റൊക്കെ ആയിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് നമ്മൾ താർ റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്കോർപ്പിയോനിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് എന്ന്. ആദ്യത്തെ പ്ലസ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയമെൻഷൻസ് തന്നെ പറയും. അതിനിപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി വലിയൊരു വാഹനമായിട്ട് സ്കോർപ്പിയോന് നമുക്ക് തോന്നും. ഹൈറ്റും പിന്നെ വീൽ ബേസ് ഒക്കെയാണല്ലോ നമുക്ക് താറിനകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഫീച്ചേഴ്സ് സിമിലർ ആണ്. പക്ഷെ എന്നാൽ പോലും ഈ വണ്ടി 2 വർഷം പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഫീച്ചേഴ്സ് താർ റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. 2 സാധനങ്ങളാണ് നോക്കിയിട്ട് കണ്ടത്. അതിലൊന്ന് ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ്. നമുക്ക് താറിൽ സിംഗിൾ സോൺ AC ആണ് വരുന്നത്. എന്ന് വെച്ചാൽ സ്കോർപ്പിയോനിൽ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന കോ പാസഞ്ചറിനും ഡ്രൈവറിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. താറിനകത്ത് ആ ഒറ്റ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ട് 3 വേർഡ്സ് നാവിഗേഷൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് താർ റോക്സിൽ കണ്ടില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഫീച്ചേഴ്സിൽ ഡിഫറൻസ് തോന്നിയത്. ഇനി അതല്ലാതെ പ്രോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ താർ റോക്സിൽ നമുക്ക് സ്പേസ് 3 ഡോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷേ എന്നാൽ സ്കോർപ്പിയോൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ കുറച്ചുകൊണ്ട് താഴത്താണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിന് പിന്നെ വേറൊരു ഗുണമുണ്ട്, നടുവിൽ ടണലൊന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് നടുവിൽ ചെറിയൊരു ട്രാൻസ്മിഷൻ ടണൽ പോലെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സ്പേസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഈ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സീറ്റ് നടുവിലത്തെ സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം പണ്ടേ ഉണ്ടായിരുന്നു. അതിപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് സ്പേസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് നടുവിൽ ക്യാപ്റ്റൻ സീറ്റ്സിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് 6 സീറ്റർ മോഡൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നൊക്കെ പോകണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ 7 സീറ്റർ വണ്ടിയാണ്, അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ധാരണ അത്യാവശ്യം നീളം ഉണ്ടായിട്ടും ഒരു 7 സീറ്റർ കൺഫിഗറേഷനിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഗുർഖയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 7 സീറ്റർ കൺഫിഗറേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ താർ എപ്പോഴും 5 സീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 7 സീറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കോർപ്പിയോൻ തന്നെയാണ് ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ 3rd റോ സീറ്റ്സ് യൂസബിൾ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആവശ്യത്തിനൊക്കെ വല്ലപ്പോഴും ഇരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. നടുവിലത്തെ സീറ്റ്സ് സ്ലൈഡ് വരുന്നെങ്കിൽ പിന്നെ നമുക്ക് യൂസബിൾ ആക്കി മാറ്റായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇത് ഉള്ള സ്പേസ് അങ്ങനെയാണോ അത്രയും തന്നെ ഉള്ളൂ. അത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനൊന്നും അവരങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതാണ് ഒരു ചെറിയ പ്രശ്നം. പക്ഷെ എന്നാലും ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ്. വേറൊരു അഡ്വാൻറ്റേജ് ഈ വാഹനത്തിനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ കോമ്പിനേഷനാണ്. നമുക്ക് താറിൻ്റെ അകത്ത് അവർ വളരെ ഒരു ലോജിക്കൽ അല്ലാത്തതെന്നൊരു രീതിയിൽ പറയാം. ബേജ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിലും ചെളിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഓഫ് റോഡ് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും ചെളിയാവും. പക്ഷേ ഈ വണ്ടിക്കകത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇൻ കേസ് ഇനി ചെളി ആവുകയാണെങ്കിൽ പോലും അറിയാത്തൊരു കളറാണ് ബ്രൗൺ. അത് തന്നെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ സ്കോർപ്പിയോനിൻ്റെ ആണ്. പിന്നെ 2 വാഹനങ്ങളിലും നമുക്ക് ഡാഷ്ബോർഡിലും ഡോർ പാഡ്സിലും ഒക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് ആ കാര്യത്തിലും കുറ്റമൊന്നും പറയാനില്ല. മറ്റൊരു അഡ്വാൻറ്റേജ് സ്കോർപ്പിയോനെ പറയാൻ പറ്റുന്ന പവറിൻ്റെ കേസിലാണ്. നമ്മളിപ്പോൾ ടോപ്പ് ആൻഡ് ഡീസലിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ടോർക്ക് എന്നാലും സ്കോർപ്പിയോനാണ് കൂടുതൽ കിട്ടുന്നത്. താറിനകത്ത് നമുക്ക് 175 bhp ഉണ്ട്. പക്ഷേ 370 Nm ടോർക്കേ ഉള്ളൂ. സ്കോർപ്പിയോനിൽ ഓൾമോസ്റ്റ് 175 bhp ആണ്. പക്ഷേ എന്നാലും ടോർക്ക് കിട്ടുന്നത് 400 Nm ആണ്. 30 Nm കൂടുതലാണ്. അതുപോലെ പെട്രോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കോർപ്പിയോൻ ഡെഫിനറ്റ്ലി ബെറ്റർ ആണ്. നമുക്ക് 200 PS പവറും 380 Nm ടോർക്കുമാണ് വരുന്നത്. താറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം പവർ 177 PS, പക്ഷേ ടോർക്ക് സെയിം ആണ് കേട്ടോ. 380 Nm ടോർക്ക് തന്നെയാണ് താർ റോക്സിലും കിട്ടുന്നത്. പിന്നെ 2 വാഹനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 6-speed ടോർക്ക് കൺവേർട്ടർ AC എക്സോസ്റ്റ് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നും പറയാനില്ല. ഓൾമോസ്റ്റ് സ്വിഫ്റ്റ് ക്വാളിറ്റി എല്ലാം സെയിം തന്നെയായിരിക്കും.
ഇനി അടുത്തത് ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന പ്രൈസ് ചാർട്ടാണ്. എനിക്കിതിൻ്റെ ഡീറ്റെയിൽ പ്രൈസ് ചാർട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 2-3 മണിക്കൂറെങ്കിലും പണിയെടുക്കേണ്ടി വരും. കാരണം ഒരുപാട് ഓപ്ഷൻസ് താർ റോക്സ് പോലെ തന്നെ സ്കോർപ്പിയോനും ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രൈസ് ചാർട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ പക്ഷേ നമ്മൾ താറുമായിട്ട് കമ്പയർ ആണെങ്കിൽ കറക്റ്റ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പ്രൈസൊക്കെ ഏകദേശം സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്. മാനുവൽ വേരിയൻസിൻ്റെ, ഓട്ടോമാറ്റിക്കിൻ്റെ ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും പ്രൈസ് കൂടുന്നതനുസരിച്ച് വേരിയൻസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ 4 വീലർ വേരിയൻസ് ഇതുവരെ താർ റോക്സിൻ്റെ പ്രൈസ് അവർ പറഞ്ഞിട്ടുമില്ലല്ലോ. അത് നമ്മൾ സ്കോർപ്പിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഓൾമോസ്റ്റ് ഒരു 1-2 ലാക്സിനടുത്തൊക്കെ ഡിഫറൻസ് വരാനാണ് മാക്സിമം ചാൻസ് ഉള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സ്കോർപ്പിയോനും അതുപോലെ തന്നെ താർ റോക്സും കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ഏതായിരിക്കും എന്ന് തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വാഹനമായതുകൊണ്ടും കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനമായതുകൊണ്ടും താർ റോക്സ് പ്രിഫർ ചെയ്യുമോ, അതൊരു ഇത്തിരിയും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വാഹനം എന്ന രീതിയിൽ നോക്കി സ്കോർപ്പിയോൻ ചൂസ് ചെയ്യുമോ എന്നൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.